നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയിയുടെ മരണത്തിൽ ഇപ്പോഴും പല ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ തൻ്റെ സാമ്രാജ്യം ഒറ്റയ്ക്ക് പടുത്തുയർത്തിയ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മാനസികമായ പീഡനമാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്ന് കുടുംബവും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഗ്രൂപ്പും ആരോപിക്കുമ്പോഴും മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള ദുരൂഹതയാണ്. ഇനി അതെല്ലാം തന്നെ മറ നീക്കി പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ CJ റോയിയുടെ ആത്മഹത്യയിൽ നടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കെ അമ്മയെ ഫോൺ വിളിക്കാനെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയ റോയ് സൈലൻസർ ഘടിപ്പിച്ച തോക്ക് ഉപയോഗിച്ചാണ് സ്വയം വെടിയുതിർത്തത്. അതീവ സുരക്ഷയുള്ള ഓഫീസിനുള്ളിൽ വെടിയൊച്ച കേൾക്കാത്തതിനാൽ പുറത്തുണ്ടായിരുന്ന ജീവനക്കാരോ ഉദ്യോഗസ്ഥരോ മരണം പെട്ടെന്ന് അറിഞ്ഞില്ല. ഏകദേശം 15 മിനിറ്റുകൾക്ക് ശേഷമാണ് റോയ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് ജീവനക്കാർ കാണുന്നത്. ഒരുപക്ഷെ അതിനു മുൻപ് തന്നെ ആരെങ്കിലും അത് കാണുകയോ കേൾക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. പക്ഷെ 15 മിനിറ്റോളമാണ് അദ്ദേഹം അവിടെ കിടന്നത്, രക്തം വാർന്നു കിടന്നത്. അതാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഏറ്റവും സംശയാസ്പദമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സംഭവ സമയത്ത് ഓഫീസിലെ CCTV ക്യാമറകളെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു എന്നതാണ്. ഇത് കരുതിക്കൂട്ടിയുള്ള നീക്കമാണോ അതോ റെയ്ഡിന്റെ ഭാഗമായി അണച്ചു വെച്ചതാണോ എന്നതിലും ദുരൂഹതയുണ്ട്. അതിനും ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വമ്പൻ സ്രാവുകളുമായി ബന്ധപ്പെട്ട കേസായതിനാലും ഉന്നതതല അന്വേഷണം അനിവാര്യമായതിനാലും കർണാടക സർക്കാർ കേസ് CIDക്ക് കൈമാറി. ആദായനികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദ് ആണ് റോയിയുടെ മരണത്തിന് ഉത്തരവാദിയെന്ന് കുടുംബം പരസ്യമായി ആരോപിക്കുന്നുണ്ട്. 5 പേജുള്ള വിശദമായ പരാതിയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ CJ ബാബു പോലീസിന് നൽകിയത്. റോയ് മരിച്ചു കിടക്കുമ്പോഴും മാനുഷിക പരിഗണന പോലും ഇല്ലാതെ ഉദ്യോഗസ്ഥർ റെയ്ഡ് തുടർന്നുവെന്ന വെളിപ്പെടുത്തൽ ബിസിനസ് ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. റെയ്ഡിനിടെ ഉണ്ടായ കടുത്ത മാനസിക പീഡനമാണ് റോയിയെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് സഹോദരന്റെ മൊഴി. പരിശോധന നടത്തിയ ആദായനികുതി ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് CID രേഖപ്പെടുത്തിയേക്കും. 1 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനിടയിൽ റോയിയെ തളർത്തിയ രഹസ്യം എന്തായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. CCTV ദൃശ്യങ്ങളുടെ അഭാവത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് ഇനി CIDയുടെ നീക്കം. സാധാരണഗതിയിൽ വെടിയൊച്ച കേൾക്കാതിരിക്കാൻ സൈലൻസർ ഘടിപ്പിച്ച തോക്കുകൾ ഉപയോഗിക്കുന്നത് ക്രിമിനൽ സംഘങ്ങളാണ്. എന്നാൽ റോയ് തന്റെ ലൈസൻസ് ഉള്ള തോക്കിൽ സൈലൻസർ ഉപയോഗിച്ചത് എന്തിനാണെന്നും അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമായിരുന്ന CJ റോയിയുടെ മടക്കം കർണാടകയിലെയും കേരളത്തിലെയും ബിസിനസ് രാഷ്ട്രീയ മേഖലകളിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനും ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രധാന സ്പോൺസറുമായ CJ റോയിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നിരവധി ആളുകളാണ് വരുന്നത്. നമ്മുടെ മലയാള ചലച്ചിത്ര താരം മോഹൻലാൽ അടക്കം അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞെട്ടലും അനുശോചനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് മുൻ മത്സരാർത്ഥികളും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചനം അറിയിക്കുകയാണ്. ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോകളിൽ ഒന്നായ ബിഗ് ബോസ് മലയാളത്തിൻ്റെ വിജയികൾക്ക് സമ്മാനം നൽകിയിരുന്ന പ്രധാന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ റണ്ണറപ്പായ അനീഷാണ് ഏറ്റവും വൈകാരികമായ കുറിപ്പിലൂടെ റോയ് സാറിനെ അനുസ്മരിച്ചത്. കഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയായിരുന്നു ഞാനപ്പോൾ. എന്തേ നിനക്ക് കിട്ടിയില്ല എന്ന് ഞാൻ അറിയുന്ന ഭൂരിഭാഗം എന്നോട് വിലപിക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. സത്യമായിട്ടും അറിയില്ലായിരുന്നു. അത് കേൾക്കുമ്പോഴുള്ള വേദന എന്നിൽ തന്നെ കുമിഞ്ഞുകൂടുമ്പോൾ മാനസികാരോഗ്യം തകരാതിരിക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പോകവേ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തെ വളരെ സർപ്രൈസായി എന്നെ ചേർത്ത് പിടിച്ച ആളായിരുന്നു റോയ് സാർ. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട്. ആ സ്നേഹത്തിന് മുന്നിൽ നിന്നതും മറക്കാനാവുന്നതല്ല. അല്ലെങ്കിലും ഒരു പരിചയമില്ലാത്ത എന്നെ പോലെ എത്ര പേരെ സാർ ചേർത്ത് പിടിച്ചിരിക്കും. ഹൃദയം നുറുങ്ങുകയാണ് വിട റോയ് സാർ എന്നാണ് അനീഷ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത്. സീസൺ 7ൽ അനീഷിന് റോയ് 10 ലക്ഷം രൂപ സമ്മാനിച്ചിരുന്നു. മുൻ സീസൺ വിജയിയും നടനുമായ മണിക്കൂട്ടനും അനുശോചനം രേഖപ്പെടുത്തി. വിശ്വസിക്കാനാവാത്ത വേർപാട്. കോൺഫിഡന്റ് ഗ്രൂപ്പിനെയും CJ റോയ് സാറിനെയും എൻ്റെ ജീവനുള്ള കാലം വരെ ഞാൻ ഓർമ്മയിൽ സൂക്ഷിക്കും.
ഒരിക്കലും നികത്താനാകാത്ത ഈ നഷ്ടത്തോടൊപ്പം ആ കുടുംബത്തിന്റെ വേദനയിലും ദുഃഖത്തിലും പങ്കുചേരുന്നു എന്നാണ് മണിക്കുട്ടൻ പറഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസ് മലയാള സീസൺ 4 വിജയ് അനുമോളും റോയ് സാറിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ് അനുമോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഏതായാലും സംഭവം വലിയ രീതിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കാനാണ് കർണാടക പോലീസ് ഒരുങ്ങുന്നത്. ജീവനൊടുക്കേണ്ട പ്രശ്നങ്ങളോ കടമോ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്നും സഹോദരൻ CJ ബാബു പറയുന്നത്. CJ റോയ്ക്ക് ജീവനൊടുക്കാനുള്ള പ്രശ്നങ്ങളോ കടമോ ഉണ്ടായിരുന്നില്ലെന്നും സഹോദരൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ തന്നെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, കാണണമെന്ന് ആവശ്യപ്പെട്ടു. ജനുവരി 28 മുതൽ സ്ഥാപനങ്ങളിൽ പലയിടങ്ങളിലായി ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടന്നിരുന്നു. ഉദ്യോഗസ്ഥരിൽ നിന്ന് കടുത്ത മാനസിക പീഡനം നേരിട്ടിട്ടുണ്ട്. നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ കുടുംബവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ടായെന്ന കുടുംബത്തിന്റെ പരാതി വിശദമായി അന്വേഷിക്കും. കുറ്റമറ്റ അന്വേഷണത്തിനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5 പേജുള്ള പരാതിയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ TJ ജോസഫ് നൽകിയത്. TJ റോയ് ഓഫീസിലെത്തിയത് തനിക്കൊപ്പമെന്നും TJ ജോസഫ് പറയുന്നു. IT ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതിന് പിന്നാലെ സ്വന്തം മുറിയിലേക്ക് പോയി വാതിലകത്ത് നിന്ന് കുറ്റിയിട്ട ശേഷമാണ് സ്വയം വെടിയുതിർത്തത്. ആരെയും അകത്തേക്ക് കടത്തിവിടരുതെന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്കും റോയ് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് CJ റോയ് എന്ന പേര് ഉയർന്നത്. 2005 തുടങ്ങിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് 2 പതിറ്റാണ്ട് കൊണ്ട് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും വ്യത്യസ്തമായ നിർമ്മാണ കമ്പനിയായി മാറി. അതുകൊണ്ട് തന്നെ റോയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലാണ് കേരളത്തിലെ ബിസിനസ് സമൂഹവും. കേന്ദ്ര ഏജൻസികൾ CJ റോയിയെ വിടാതെ പിന്തുടർന്നത് എന്തിനെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. സാധാരണ നികുതി പരിശോധനകൾ ഏത് ബിസിനസ്സിലും സ്വാഭാവികമെന്നിരിക്കെ റോയുടെ കാര്യത്തിൽ അസാധാരണമായി എന്താണ് ഉണ്ടായത് എന്നതും വ്യക്തമല്ല. റോയ്ക്കെതിരെ നടന്ന ആദായ നികുതി പരിശോധനയുടെ ഒരു നാൾ വഴി ഒന്ന് നോക്കാം. ഡിസംബർ 3 കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥർ റെയ്ഡിനായി ബംഗളൂരു കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനത്തെത്തി. CJ റോയ് അപ്പോൾ ദുബായിൽ. ഡിസംബർ 6 വരെ റെയ്ഡ് തുടർന്നു. പിന്നാലെ റെയ്ഡിനെതിരെ ബംഗളൂരു ഹൈക്കോടതിയിൽ റോയ് ഹർജി നൽകി. കൊച്ചിയിൽ ഉദ്യോഗസ്ഥർക്ക് ബംഗളൂരിൽ പരിശോധന നടത്താനാവില്ലെന്നായിരുന്നു വാദം. ഇതിനിടെ ഹർജിയിൽ IT ഡിപ്പാർട്ട്മെന്റിന് അനുകൂലമായി ഉത്തരവ് വന്നു. ഇതിന് പിന്നാലെ ജനുവരി 28 ബാംഗ്ലൂരിലെത്താൻ റോയ്ക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകി. ജോയിന്റ് കമ്മീഷണർ കൃഷ്ണപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം 28 പരിശോധന പുനരാരംഭിക്കുന്നു. റോയും ഓഫീസിലെത്തി. ഇന്നലെ 11 മണിയോടെ റെയ്ഡ് പ്രശ്നമാകുന്നു. ടു മച്ച് ട്രബിൾ എന്ന് വിദേശത്തുള്ള ജ്യേഷ്ഠൻ ബാബു റോയ്ക്ക് CJ റോയ് സന്ദേശം അയച്ചതായും പറയുന്നു. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ രേഖകൾ ആവശ്യപ്പെടുന്നു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3:15 റോയ് ജീവനൊടുക്കി. IT ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതിന് പിന്നാലെ അദ്ദേഹം സ്വന്തം മുറിയിലേക്ക് പോയി വാതിലകത്ത് നിന്ന് കുറ്റിയിട്ട ശേഷം സ്വയം വെടിയുതിർത്തു. ആരെയും അകത്തേക്ക് വിടരുതെന്നാണ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയ ശേഷമായിരുന്നു ആത്മഹത്യ. ഏതായാലും അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് ബാംഗ്ലൂരു കോറമംഗലയിൽ നടക്കും. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിന് കാരണമെന്ന വിമർശനം ഉയർന്നു നിൽക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ 9 മണിയോടെ ബംഗളൂരു ബോറിംഗ് ആശുപത്രിയിൽ നിന്നാണ് മൃതദേഹം കോറമംഗലയിൽ എത്തിക്കുന്നത്. നിരവധി രാഷ്ട്രീയ പ്രമുഖരും ചലച്ചിത്ര മേഖലയിലുള്ള അതുപോലെ ബിസിനസ് രംഗത്തുള്ള ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഞെട്ടലാണ് അനുശോചനം അറിയിച്ചുകൊണ്ടും നിരവധി ആളുകളാണ് രംഗത്ത് വരുന്നത്.